കോഴിക്കോട് പാവങ്ങാട് മേൽപ്പാലം അപ്രോച്ച് റോഡ് പ്രവൃത്തി ആരംഭിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലമായുള്ള ഒരു നാടിന്റെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത്. പുതിയങ്ങാടി പുതിയാപ്പ തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പാവങ്ങാട് പുതിയാപ്പ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചത്. 2013 3.66 കോടി രൂപയിൽ ആരംഭിച്ച പ്രവൃത്തി അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കാത്തതിനാൽ പാലം റെയിൽപാളത്തിനു മുകളിൽ മാത്രമായി അവസാനിച്ചു. പിന്നീട് അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാരാണ് തുടർ നടപടികൾ നടത്തിയത്. നിരവധി കുടുംബങ്ങൾ സ്ഥലം ഏറ്റെടുക്കുന്നതിനിടെ കോടതിയെ സമീപിച്ചതോടെ പദ്ധതിയും വഴിയിൽ തങ്ങി. പിന്നീട് നെഗോഷിയേറ്റഡ് പർച്ചേസ് പദ്ധതിയിലൂടെ ആളുകൾക്ക് മതിയായ പണം നൽകിയാണ് 36 പേരിൽ നിന്നായി 49 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തത്. 2 തവണ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് 13.77 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിരന്തര ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെക്കാലമായുള്ള ഒരു നാടിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ പാവങ്ങാട് റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കാനാകും. അവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ ഒരു കഠിന ശ്രമം പൊതുമരാമത്ത് വകുപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിലുണ്ടായിട്ടുണ്ട്. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും ഇടപെടുന്നത്. അതുപോലെ കോഴിക്കോടിൻ്റെ മറ്റ് വികസനം, പശ്ചാത്തല വികസന മേഖലയിലെ 12 കണ്ണായ ഇടങ്ങളിലെ റോഡുകൾ നവീകരിക്കപ്പെടാൻ ഫണ്ട് അനുവദിച്ചു. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിനാണ് നിർമ്മാണ ചുമതല. 34.46 മീറ്ററും പാവങ്ങാട് ഭാഗത്തേക്ക് 46.84 മീറ്ററുമാണ് അപ്രോച്ച് റോഡിന്റെ നീളം. 3 മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകളും ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. 12 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് കരാറെങ്കിലും 10 മാസത്തിനകം തന്നെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.